പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പിരായിരിയിൽ പരിപാടിക്ക് എത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ രാഹുലിനെ തടഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞിരിക്കുകയാണ്. രാഹുൽ പാലക്കാട് പിരായിരിയിലെ ഒരു റോഡിന്റെ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി എത്തിയതായിരുന്നു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. പ്രചരണം നടത്തി തന്നെ രാഹുലിനെ ഇന്നു മുതൽ പാലക്കാട്ടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുമെന്ന് നേരത്തെ തന്നെ യുഡിഎഫിലെ ഒരു വിഭാഗം അറിയിക്കുകയും ചെയ്തതാണ്. ഏതായാലും അത്തരത്തിലൊരു പ്രചരണത്തിന് ശേഷം ഇന്ന് വൈകിട്ട് അല്പസമയം മുമ്പാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിലെ ഈ റോഡ് ഉദ്ഘാടനത്തിലെത്തിയത്. പൂഴിക്കുന്നം മേഖലയിലുള്ള പൂഴിക്കുന്ന റോഡിലേക്കുള്ള ഉദ്ഘാടന പരിപാടിക്കാണ് രാഹുൽ എത്തിയത്. ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെത്തി രാഹുലിനെ തടയുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ യുഡിഎഫ് പ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് ഇരിക്കുന്നു. രാഹുലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കോടി കാണിക്കുകയും രാഹുലിന്റെ വാഹനം തടയുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോഴും കാണാം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാക്കൾ കൂട്ടമായി പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വേണ്ടത്ര പോലീസ് സന്നാഹം അവിടെ ഉണ്ടോ? വലിയ വാക്കേറ്റവും ഒന്നും തള്ളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും ഇവിടെ സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. വിനീത, അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വാഹനത്തിൽ ഈ മേഖലയിലെ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഒരു ഭാഗത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒരു ഭാഗത്തെ BJPയുടെയും പ്രവർത്തകർ തമ്പടിച്ചു നിന്നിരുന്നു. അവിടെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കാനായിരുന്നു പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത്. അപ്രതീക്ഷിതമായിട്ട് രാഹുലിന്റെ വാഹനം ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതിന് ഏകദേശം 100 മീറ്റർ മുൻപായി തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹനം തടയുന്നു. ഡിവൈഎഫ്ഐയുടെ പതാക ഏന്തിക്കൊണ്ട് വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു. ഉടനെ തന്നെ പോലീസ് അങ്ങോട്ടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ള യുഡിഎഫിന്റെ പ്രവർത്തകർ, വിശേഷം മുസ്ലിം ലീഗിന്റെ വാർഡാണിത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഡിവൈഎഫ്ഐ BJP പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു ഭാഗത്തെ ഡിവൈഎഫ്ഐയും BJPയും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ, അദ്ദേഹത്തിന്റെ വാഹനം തടയാനുള്ള ശ്രമം നടത്തുമ്പോൾ മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇവിടെയുള്ള UDFിന്റെ പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം നടത്തുന്നു. പോലീസ് വളരെ കാര്യമായി തന്നെ അവരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് തുടർന്നും കാണാൻ സാധിക്കുന്നത്. പോലീസൊക്കെ തന്നെ 100-ലധികം പോലീസുകാർ സുരക്ഷയുടെ ഭാഗമായി ഒരു മേഖലയിലുണ്ടായിരുന്നു. പക്ഷേ പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ്.